നാട്ടിലും വ്യക്തിഹത്യൊന്നും ചെയ്തിട്ടില്ല. അതിലെന്തെങ്കിലും നമ്മൾ ആളോട് നന്ദി പറയണം. അത് നല്ല ഗെയിമറായിരുന്നു. കുടുംബങ്ങളെ പിടിക്കേ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരെ അതെ, അദ്ദേഹം ഒരു നല്ലൊരു ഗെയിമർ ആയിരുന്നു. ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ടിട്ടില്ല, ആരോടും ഗ്രഡ്ജ് വെച്ച് നടന്നിട്ടില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? അനീഷിനെ കുറിച്ച്. എന്നാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ അനീഷ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഇന്നലത്തെ ലൈവിൽ അനീഷിനെ എപ്പോഴാണ് കണ്ടത്? എല്ലാവരും വരുമ്പോൾ എല്ലാവരെയും ഒന്ന് കെട്ടിപ്പിടിക്കുന്ന, എല്ലാവരുടെയും കൂട്ടത്തിൽ കാണുന്ന ഒരാളായിട്ട് മാത്രമാണ് കാണുന്നത്. അനീഷിൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വിടാനായിട്ട് ബിഗ് ബോസ് ടീം തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണോ അതോ ഇനി അനീഷിനെ കാണിക്കണ്ട എന്നുള്ള വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ക്രീൻ സ്പേസ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ആരെയും വ്യക്തിഹത്യയോ അല്ലെ പരദോഷം പറഞ്ഞ് നടക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അനീഷ് ഒരു കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. എന്നാൽ തന്നെ ലക്ഷ്മിയുമായിട്ടുള്ള ഒരു സംഭാഷണവും ആ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അത് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ടൊന്നും അനീഷിന്റെ ഇന്നലത്തെ ലൈവിൽ അത് വെളി വന്നിട്ടുമില്ല. പക്ഷെ ഇന്ന് എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണിയല്ല ഈ പ്രാവശ്യത്തെ ടാഗ് ലൈന്. ബിഗ് ബോസ് സീസൺ 7 PR-കളുടെ കളി എന്ന് മാത്രം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് PR-കൾ മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. ഇതിൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രേക്ഷകർ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ആ ഒരു രംഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവിന്റെ PR-കളും അതോടൊപ്പം തന്നെ അക്ബർ അങ്ങനെയുള്ള എല്ലാവരുടെയും PR-കൾ കളിക്കുന്ന ഒരു കളികളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിജയം ആർക്ക്? അനുമോക്ക് കപ്പ് കിട്ടത്തില്ലേ? അതോ അക്ബറിനാണോ കപ്പ്? അതോ അനീഷിനാണോ കപ്പ്? എങ്ങനെയും മാറി മറിയാം. എന്നാൽ അനുമോൾ എന്ന് പറയുന്ന ഒരാളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പല പേജുകളിലും പല ഇടങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അതായത് ജാതി, മതം, അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെ പറയുന്ന ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്ന് വോട്ട് പിടിക്കുന്നു, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക അങ്ങനെ തുടങ്ങി പല സ്റ്റേറ്റുകളിൽ നിന്നും വോട്ടുകൾ മേടിക്കാൻ PR-കളുടെ തത്രപ്പാട്. എടാ എന്താടാ ഇത്? ഇങ്ങനെയാണ് ഒരു ഷോയ്ക്ക് PR-കളുടെ ബലത്തിൽ 50 ലക്ഷവും 16ഉം 20ഉം 30ഉം 10ഉം 2ഉം 1ഉം ഒക്കെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞു കൊടുത്ത് പോയി അവിടെ നിന്ന് കളിച്ചിട്ട് വരുന്നു. കളിക്കുന്നുണ്ടോ? നിന്നാലും വോട്ട്. പ്രേക്ഷകരെന്ന് പറയുന്നവർ ഓരോരുത്തരെയും അവരുടെ മനസ്സിലേക്ക് കയറ്റിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പൊ നമ്മൾ ഓരോ വീട്ടമ്മമാരോടും നാട്ടിലിറങ്ങി ഓരോരുത്തരുടെ പബ്ലിക് ഒപ്പീനിയൻ നോക്കുമ്പോൾ അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അവരൊക്കെ അവരെ എന്താ പറയാ, അവരുടെ വീട്ടിലെ ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു അംഗമായിട്ട് കണ്ടിട്ടാണ് അവരെ ഷോ കാണുന്നത്. അപ്പൊ അവർ വിജയിക്കാതെ അവർ പുറത്തു പോകുമ്പോൾ, PR-കളുടെ അതിപ്രസരം മൂലം മറ്റുള്ളവർ വിജയിച്ച് കപ്പും കൊണ്ടുപോകുമ്പോൾ ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നലെ അനുമോൾക്കെതിരെ നടന്ന പല കാര്യങ്ങൾ, അനുമോൾ ചെയ്ത പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അക്ബർ ഇന്നലെ ഒരു കരച്ചിൽ കരയുന്നുണ്ട്. അക്ബർ കരയുന്നത് അക്ബറിന്റെ കുടുംബത്തെ ആക്രമിക്കുന്നു ഈ PR ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൾ എന്ത് ചീപ്പ് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന അനുമോള്. വൃത്തികെട്ട ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബർ അവിടെ നിന്ന് കരഞ്ഞു പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെന്തിനാണ് കുടുംബത്തെ കയറി കളിക്കുന്നത്? നമ്മളോട് എന്തെങ്കിലും പറഞ്ഞോട്ട്. ഇവിടെ PR-കൾ നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അക്ബർ പറയുന്നത്. സത്യമല്ലേ? പലരെയും കുടുംബത്തെ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇതൊരു ഗെയിം ഷോ ആണെന്നും ആ ഗെയിം ഷോ അവിടെ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇത് വേണം. 100 ദിവസത്തെ ഒരു ഗെയിം ഷോ ആണ്. അതിന് കുടുംബത്തെയൊക്കെ വലിച്ചിട്ട് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ആദില കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന ശൈത്യയോടും നൂറയോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ശൈത്യയോടാണ് ആദ്യം പറയുന്നത്. അനുമോൾ പറഞ്ഞു, അതായത് ഈ പറയുന്ന ആദില പോകുമെന്ന് ഉറപ്പായ സമയത്ത് പിന്നെ ഇവിടെ വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് നമ്പർ എഴുതി കൊടുത്തു. PR-ന്റെ നമ്പർ, ഈ പറയുന്ന അനുമോടെ നമ്പർ എഴുതി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇവിടെ പലരും വൈറ്റ് വാഷ് ചെയ്യാനായി പലതും ചെയ്യുന്നുണ്ട്. ആരെ കുറിച്ചാണ്? അക്ബറിനെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, 50,000 രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന നൂറയ്ക്ക് വേണ്ടി PR ചെയ്യണം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ പറ. അതെല്ലാം കൂടി ഇന്നലെ ആദില എടുത്ത് അങ്ങോട്ട് വിളമ്പി. അനുമോടെ ഈ ഒരു പ്രവർത്തികൾ കണ്ടിട്ട്, ഈ പറയുന്ന അനുമോടെ പ്രവർത്തികൾ കണ്ടിട്ട് ആദില അതെടുത്ത് അങ്ങോട്ട് വിളമ്പി. ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ല ഈ പറയുന്ന അനുമോക്കെന്നാണ് ആദില അവിടെ പറയുന്നത്. ആദില പറയുന്നതിലും കാര്യമുണ്ട് ഇല്ലേ? കാരണം ഒരു PR-ന്റെ ബലത്തിൽ ഇവിടെ നിൽക്കുകയാണ്. PR-കളുടെ മാനിപ്പുലേഷനിൽ പല കുടുംബങ്ങളും തകരുകയാണെന്നൊക്കെ വെളിയിലുള്ളവർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടം. വെളിയിൽ നിന്ന് വന്ന അത്ര ആൾക്കാർ, അതൊരു റീയൂണിയൻ പോലെ വന്നതാണ്, സന്തോഷം വിതരണം എന്നൊക്കെയാണ് പറച്ചിൽ. എന്നാൽ അവിടെ വെതറിയത് മൊത്തം ഹേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? ഇവിടെ വന്ന മത്സരാർത്ഥികളെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ?
നിങ്ങൾ ഇവിടെ ഇവരുടെ മനസ്സ് തകർക്കാൻ വേണ്ടി വന്നതാണോ? നിങ്ങൾ വെളിയിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയരുതെന്ന് പലവട്ടം പറഞ്ഞതല്ലേ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു. ഇനി ആവർത്തിച്ചാൽ പെട്ടിയും പാക്ക് ചെയ്ത് പുറത്തു വെക്കണോ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒന്നും കുറച്ച് സൈലന്റ് ആയി. എന്തൊക്കെയായിരുന്നു അതിന്റെ ഇടയിൽ. അപ്പാനി ശരത്ത് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, അതോടെ ഞാനൊന്ന് പറഞ്ഞു വയ്ക്കാം. അപ്പാനി ശരത്ത് പറഞ്ഞിരുന്നു, ഈ പറയുന്ന അനുവിന്റെ PR ഈ പറയുന്ന അപ്പാനി ശരത്തിനെ വിളിച്ചിരുന്നു, എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഈ അപ്പാനി ശരത്ത് പറഞ്ഞു ഇപ്പൊ സമയത്താ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പാനി ശരത്ത് പറഞ്ഞിട്ട് പറയുന്നെന്ന് ഈ PR പറഞ്ഞെന്ന്, ഇതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുമോളെ ടാർഗറ്റ് ഒന്നും ചെയ്യല്ലേ, അനുമോളെ അങ്ങനെ വിഷമിക്കുന്ന രീതിയിലൊന്നും പറയരുത് എന്ന രീതിയിലൊക്കെ പറഞ്ഞെന്ന്. എങ്ങനെ ഇരിക്കുന്നു? അതായത് അനുമോളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ഇത് കിട്ടും, ഒരു നെഗറ്റീവ് കിട്ടും എന്ന രീതി പറയുന്നു. ഈ ഈ പറയുന്ന അപ്പാനി ശരത്തിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ച ഒരു കാര്യം തന്നെയായിരുന്നല്ലോ ആ ബിൻസിയുമായി ഉള്ള വിഷയം. അതാണല്ലോ അവർ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന് ചോദിക്കുകയും അനുമോൾക്ക് ഹൈപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തത് അല്ലേ? അപ്പൊ PR എന്ന് പറയുന്ന ഒരു ടീം അനുമോൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ നല്ലതായിട്ടുമുണ്ട്, ചീത്തയായിട്ടുമുണ്ട്. പിന്നെ ആദില പറഞ്ഞ ആ ഒരു ബാക്കിയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദില അവിടെ ഈ രാത്രിയിൽ ഈ പറയുന്ന നൂറയോടും ഈ ശൈത്യയോടും പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആര്യനെ നരമ്പൻ എന്ന് വിളിച്ചൊരു കാര്യം. കാർ ടാസ്കിന്റെ അകത്ത് അനീഷ് ഏട്ടനെ ഇറിറ്റേറ്റ് ചെയ്യണം. അത് നോക്കിക്കോണം, ആദിലയുടെ ബുദ്ധിയാ കേട്ടോ. അനീഷ് ഏട്ടന്റെ ദേഹത്തേക്ക് കൈ വെച്ച് പ്രസ് ചെയ്യാൻ പറഞ്ഞത്. ഇവളത്ര നല്ലവളാണോ? അല്ല. ഒരാളെ മാനസികമായി തകർക്കുന്നതാണെങ്കിൽ ഓക്കെ എന്ന് പറയും. ശാരീരികമായി അദ്ദേഹത്തിന് തോൾവേദനയാന്ന് പറഞ്ഞപ്പോൾ തോളിലേക്ക് കൈ പ്രഷർ ചെയ്ത് കൊടുത്ത ആദില, അവളാണ് പറഞ്ഞു കൊടുത്തത് നൂറയോട് അങ്ങനെ പ്രഷർ ചെയ്യുന്നത്. ആര്യനോടും പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് അവരത് പ്രഷർ ചെയ്തിച്ച് ഈ പറയുന്ന അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തത്. അത് തെറ്റാണ്. എന്നിട്ട് ഇവള് വേറൊരു രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. അത് പറയാം, ഇവളും അങ്ങനെ നല്ല പിള്ളയൊന്നും അല്ല ഈ ആദില. ഓക്കെ, അവള് പറഞ്ഞു ഇതുപോലെ ഈ അനുമോള് പറഞ്ഞെന്ന് അവിടെ ഇരുന്ന സമയത്ത് ഈ നരമ്പെ തൊട്ടിട്ട് പറഞ്ഞു ആര്യൻ ഒരു നരമ്പ് രോഗിയാണ് എന്ന രീതിയിൽ. അതായത് ഈ പറയുന്ന നൂറയുടെ ദേഹത്തൂടെ ഇങ്ങനെ കൈയിട്ടത് കൊണ്ട് നരമ്പ് രോഗിയാണെന്ന് ഈ പറയുന്ന അനുമോള് പറഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പോ ഈ ആര്യം വന്നപ്പോൾ അവനോട് കൊഞ്ചിക്കൊഴയുകയാണ്, അവനോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു ഫേക്കായിട്ട് നിൽക്കുകയാണ്, മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് പുറത്ത് വേറൊരു രീതിയിൽ കളിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അനുമോൾ എന്ന രീതിയിലൊക്കെ ഈ ആദില പറയുന്നു. അതൊക്കെ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഈ പറയുന്ന ആദിലയും നൂറയും എന്തായിരുന്നു ആര്യനെ കുറിച്ച് പറഞ്ഞത്? അവന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഇവിടെ നോക്കി ഇങ്ങനെ ഇത് പറഞ്ഞില്ലയോ? അങ്ങനെ പല കാര്യങ്ങളും ആര്യനെ കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞില്ലയോ? ബേബിയുടെ അവിടെ നോക്കിയില്ലേ ബേബി? എന്നിട്ട് നീ എന്താ ബേബി മിണ്ടാഞ്ഞത്? എന്നിട്ട് എന്തോ പല കാര്യങ്ങളും പാല് കുടിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ ബേബി? ഇതൊക്കെ എന്തായിരുന്നു? അതൊക്കെ അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യം തന്നെ അല്ലയോ? അപ്പൊ നിങ്ങൾ നല്ല പിള്ളകളൊന്നും അല്ല. അതായത് 3 എണ്ണം കൂടെ ചേരും, ഉറപ്പായിട്ടും ചേരും. അപ്പം അങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊന്നും പോകണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ അക്ബറിന് ഒരു സൂചന എന്ന വേണം ഈ കലാഭവൻ സാരിക എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ദേഹത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു സെഡ് എന്ന്. അതായത് ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ ഷോ ഡയറക്ടറുമായിട്ടുള്ള പുള്ളിക്കാരനുണ്ടല്ലോ, സർഗോ, ആ പുള്ളിക്കാരന്റെ പേരാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് വന്ന് ഈ പറയുന്ന അക്ബർ അതിനെ കുറിച്ച് പറയുന്നുമുണ്ട്. എനിക്ക് ഇവള് പലപ്പോഴും പറയും എനിക്ക് ഇവിടെ ഉള്ളവരുമായിട്ട് എന്തോ ബന്ധമാണ് എന്ന രീതിയിൽ പറഞ്ഞ് എന്നെ മാനസികമായി തകർത്തിട്ടുണ്ട്. അത് PR-കൾക്ക് ഇവൾ ഇട്ടുകൊടുത്തതാണ്, എന്റെ കുടുംബത്തെ ഇട്ടുകൊടുത്തു, ഞാൻ കുളിക്കത്തില്ല, ഞാൻ പല്ല് തേക്കത്തില്ല, ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് ഇവള് പറഞ്ഞ് ഇട്ടുകൊടുത്തു, ഞാൻ നരമ്പനാണ്, ഞാൻ പല രീതിയിൽ ഇങ്ങനെയുള്ളവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആക്രമിക്കാനായിട്ട് ഇട്ടുകൊടുത്തു, എന്റെ ഭാര്യയെ ആക്രമിക്കുന്നു, എന്റെ വീട്ടുകാരെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അക്ബർ അവിടെ നിന്ന് കരയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അക്ബർ, ഇത് ഞാൻ ചോദിക്കും, ഇവിടുന്ന് പോകുന്നതിന് ഇപ്പം ഇവിടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും, പലപ്പോഴും കീറിയിട്ടുണ്ട്, ഇനിയും കീറും എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ബാധിച്ചതൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം, അത് അവിടെ വെച്ച് കഴിഞ്ഞു, ഇത് ഗെയിമാണ്, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് അവർക്ക് ഹൈപ്പ് കൊടുക്കരുത് എന്ന് അവിടെ വളരെ മാന്യമായിട്ട് ആ ഒരു വിഷയത്തെ ഇടപെട്ട് ആ ഒരു വിഷയത്തെ സോൾവ് ചെയ്യാൻ നോക്കിയ ആര്യനുണ്ടല്ലോ, ആര് നല്ലൊരു മനുഷ്യനാണെന്നിട്ട് എനിക്ക് തോന്നി. കാരണം പിന്നെ ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്ത് അനുമോളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ഹൈപ്പ് അനുമോൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആര്യൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ, ഈ പറയുന്ന കൂട്ടത്തോടെ വന്ന് ഈ പറയുന്ന അനുമോളോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അനുമോടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണല്ലോ ഈ പറയുന്ന ഈ ബിൻസി അത് ചോദിച്ചത്, ബിൻസിക്ക് അത് എഫക്ട് ചെയ്തുകൊണ്ട്. പക്ഷെങ്കിൽ അത് വേറൊരു രീതിയിൽ അനുമോളെ എല്ലാവരും കൊണ്ട് കൂട്ടം കൂടി ആക്രമിച്ചു, അനുമോൾ അതിനെയെല്ലാം പിടിച്ചു നിന്നു, ധീരയായ വനിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളപൂശുന്നുണ്ട്. അനുമോടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, പലരും വന്നിട്ട് പറഞ്ഞു അനീഷ് ഏട്ടനായിരിക്കും ചിലപ്പോൾ കപ്പ് കിട്ടുക എന്നുള്ള ഒരു കാര്യം ഈ അനുമോക്ക് ഒരു ക്ലൂ കിട്ടിയപ്പോൾ അനുമോക്ക് അനീഷിനോടും പക തുടങ്ങി. ഇതുവരെ അനീഷ് ഏട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അനുമോള് ഇപ്പൊ അയാൾക്ക് കിട്ടോ അങ്ങനെയായി മാറി. അതായത്
ഇവള് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ലപോലെ കോൺഫിഡന്റ് ആയിട്ട് വന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആര്യനുമായിട്ടുള്ള ഒരു ഇത്, അനീഷുമായിട്ടുള്ള ഒരു ഇത്, അങ്ങനെ തുടങ്ങി പല രീതികൾ വെച്ച് നോക്കുമ്പം എനിക്കിപ്പോ അങ്ങനെ ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ അനിമോടെ ആ ഒരു ഇത് വെച്ചിട്ട്. അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. അനീഷിന്റെ കാര്യം പറയുമ്പോൾ ഇവക്കൊരു ദേഷ്യം തോന്നുന്നുണ്ട്. അതായത് അനീഷിന് ഒരു കപ്പ് കിട്ടുന്നത് അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് കിട്ടണം, എനിക്ക് 50 ലക്ഷം വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ആ വർത്തമാനത്തിൽ നിന്നൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന 3 എണ്ണം കൂടെ പിണങ്ങി നിന്നതിനെ ഇന്നലെ ഷാനവാസ് ഒന്നിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ ഇവർക്ക് വിഷയമല്ല. ഈ പറയുന്ന അക്ബറിനോട് ആദില പറഞ്ഞതൊക്കെ അത് വിട്ടുകളഞ്ഞു. ആദില പറഞ്ഞ എന്തായിരുന്നു, ഞാൻ ഇത് ചോദിക്കും, ഈ 26 പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇത് ചോദിക്കും എന്ന് പറഞ്ഞ ആദില പോലും ഈ ഒരു വിഷയം വിട്ടിട്ട് അവർ മൂന്നോട് ഒന്നായി. അവർ പറയുന്നത് നമ്മൾ 7 പേരാണ് ഗെയിം കളിക്കുന്നത്, വെളിയിൽ നിന്ന് വന്നവരെന്തും പറയട്ടെ. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇവിടെ കള്ളങ്ങളും എന്താ പറയാ ഒച്ചപ്പാടുകളും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നിൽക്കവേ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ച് ഇങ്ങനെ നിൽക്കുന്നതോട് അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. ഇത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 2 ദിവസം വീണ്ടും 2 ദിവസം മിണ്ടാതിരിക്കും, 1 ദിവസം മിണ്ടും, 2 ദിവസം മിണ്ടാതിരിക്കും. ഇതെങ്ങനെ കാണിച്ച് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നലെ ഷാനവാസ് പറഞ്ഞ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നുണ്ട്. ജിഷിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഭിലാഷ് ഒനിയനിലൂടെ ചേർന്ന് സംസാരിച്ച് എന്തായാലും രാത്രി കൈപിടിച്ചതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന അതിലെ നൂറയും അനുമോളും നടക്കുന്നത്. ആ വിഷയം അവിടെ വെച്ച് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഷാനവാസ് അത് സത്യത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ വന്നത് നമ്മളെ തെറ്റിപ്പിക്കാനാണെന്നും നമ്മൾക്ക് എതിരെ ഗെയിം കളിക്കാൻ വേണ്ടിയാണെന്നും ഷാനവാസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. അതിൽ അവർ വീണ് കൊടുത്തതാണ് അവർ ചെയ്ത തെറ്റ്. പക്ഷെ അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവർ വന്ന് പറഞ്ഞത് അല്ലെ ഇവിടെ വന്ന് പ്രവർത്തിച്ചത് അനുമോക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല ഒന്ന് പൂണ്ടു വിളയാടാനായിട്ടൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുത്തു. എന്തായാലും ഈ ഒരു സീസൺ PR-കളുടെ അതിപ്രസരത്താൽ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസൺ കണ്ടിരിക്കാൻ ഒരു രസവും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇതൊരു PR കളി ആയതുകൊണ്ട് ജനങ്ങളുടെ പൾസായിട്ടുള്ള ഒരു ഉത്തരവും ഇതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. സാധാരണക്കാരുടെ വോട്ടിനെ മറികടന്ന് PR-കളുടെ വോട്ട് കയറിപ്പോകുമോ എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാരായിരിക്കും വിജയ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിക്കൊണ്ട് വോട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല എങ്കിൽ പിന്നെ ഇത് എന്തായി തീരുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും